ആദ്യമായി വിരലിലേക്ക് സ്വാഗതം. ഇന്നൊരു കറിനാരങ്ങ അച്ചാറിട്ടാലോ? അതിലേക്കായിട്ട് നമ്മളൊരു പാത്രത്തിൽ വെള്ളം വെച്ച് കുറച്ച് ഉപ്പ് ചേർക്കുക. വെള്ളം വെട്ടി തിളയ്ക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നാരങ്ങ അതിലേക്ക് ഇടുക. ഇട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ തിളപ്പിച്ചിട്ട് വാങ്ങി വെക്കുക. നാരങ്ങ എടുത്ത് പുറത്ത് വയ്ക്കുക. അപ്പോൾ അത് കഴിയുമ്പോൾ അതിൻ്റെ തൊലി അങ്ങിങ്ങായിട്ട് കുറച്ച് ചെത്തിക്കളയുക. എന്നിട്ട് ഇത് അച്ചാറിടാനായിട്ട് നമ്മളിത് അരിഞ്ഞു വെക്കുക. അരിഞ്ഞു വെച്ചതിന് ശേഷം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇവയും അരിഞ്ഞു വെക്കുക. കുറച്ച് കായവും കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്തു വെക്കുക. ഒരു പാൻ ചൂടാകുന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് എണ്ണ ഒഴിക്കുക, നല്ലെണ്ണ. എന്നിട്ട് കടുകിട്ട് പൊട്ടുമ്പോൾ കുറച്ച് വറ്റൽമുളക് ചേർക്കുക. അതിനുശേഷം നമ്മൾ വെളുത്തുള്ളി ചേർക്കുക. വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ പോലെ ആവുമ്പോൾ നമ്മൾ അതിലേക്ക് ഇഞ്ചി ചേർക്കുക. അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചിയും കൂടെ ചേർക്കുക. ഇഞ്ചി ചേർത്ത് അതും ഒന്ന് ചെറുതായിട്ട് വഴണ്ട് കഴിയുമ്പോൾ നമ്മൾ പച്ചമുളക് ചേർക്കുക. പച്ചമുളകും ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നീട് ചേർക്കേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒരു ബ്രൗൺ കളർ ആവുമ്പം കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന കായം ഇടുക. എന്നിട്ട് നമുക്ക് ആവശ്യമെങ്കിൽ ഒരല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പ് പൊടിയും കൂടെ വീണ്ടും ചേർക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് തിളച്ച് കായമെല്ലാം ഉരുകി കഴിയുന്നുണ്ടെങ്കിൽ നമ്മളിത് ഓഫ് ചെയ്ത് വെക്കുക. നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന നാരങ്ങ, നന്നായിട്ട് തണുത്തതിന് ശേഷം നാരങ്ങ അരിഞ്ഞു വെച്ചേക്കുന്ന ഇതിലേക്ക് ചേർക്കുക. ചേർത്ത് കഴിയുമ്പം നന്നായിട്ട് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ, വളരെ കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ നമ്മൾ ഇതിനോട് ചേർക്കുക. ഉപ്പില്ലെങ്കിൽ വീണ്ടും നിങ്ങൾ ഒന്നുകൂടെ നോക്കിയിട്ട് ഉപ്പ് ചേർക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടെ കൂട്ടുക.